പ്രീസലോ ആ പാസ്റ്റർ ഇട്ട മെസ്സേജ് നല്ല കാര്യമാണ്, എനിക്കിഷ്ടമായി. കാരണം ആവർത്തന പുസ്തകത്തിലെ ആ വാക്യമെടുത്ത് ഞാൻ കൽപ്പിക്കുന്ന ദൈവമായ യഹോവയുടെ വചനങ്ങളെ പ്രമാണിക്കണം, വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. നല്ല കാര്യം. അത് പുതിയ നിയമത്തിലുണ്ടല്ലോ. ഞാൻ ദൂരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 2:17 വായിച്ചു നോക്കണേ. ഞങ്ങൾ വചനത്തിൽ കൂട്ടുചേർക്കുന്നവരെ പോലെയല്ല. 2 കൊരിന്ത്യർ 4:2 അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വചനത്തിൽ കൂട്ടുചേർക്കുന്നില്ല. സ്വത്രം 2 പത്രോസ് 3:15-16 വചനത്തെ കോട്ടിക്കളയരുത്. കോട്ടിക്കളയുന്നവരുണ്ട്. കോട്ടിക്കളയാൻ പാടില്ല, കൂട്ടിച്ചേർക്കാൻ പാടില്ല. അത് പുതിയ നിയമത്തിലെയാണ്. ഗലാത്യർ 1:6-9 വായിക്കുമ്പോൾ വചനത്തെ മറിച്ച് കളയുന്നവർ. എൻ്റെ പ്രധാന വിഷയം വചനത്തെ മറിക്കുക, വചനത്തോട് കൂട്ടിച്ചേർക്കുക, വചനത്തെ കൂട്ടിക്കളയുക. ആ 3 വാക്യം കൂടി ഈ മെസ്സേജിൽ പാസ് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ വളരെ മനോഹരമായ പവർഫുൾ മെസ്സേജ് ആയാൽ. പുതിയ നിയമത്തിലെ ഒരു വാക്യം പോലും പാസ് ഇതിലെഴുതുന്നില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? എൻ്റെ അമ്മമ്മയ്ക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായോ? പുതിയ നിയമ വചന വെളിപ്പാട് ഇവർക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർ ഈ പഴയ നിയമത്തിൽ കിടക്കായിപ്പോയി. കൂട്ടുചേർക്കരുത്, കൂട്ടുചേർക്കാൻ ഞങ്ങൾ കൂട്ടുചേർക്കുന്നവരല്ല, അതുകൊണ്ട് നമ്മളും ചേർക്കരുതെന്ന് എടുത്ത് പറയണ്ടേ? ഞങ്ങൾ കൂട്ടിക്കളയുന്നവരല്ല, അതുകൊണ്ട് നിങ്ങളും കൂട്ടിക്കളയരുത് എന്ന് പറയണ്ടേ? വചനത്തെ മറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക, കൂട്ടുചേർക്കുക, കൂട്ടിക്കളയുക പാടില്ല. അതല്ലേ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ശക്തമായ അപ്പോസ്തല ഉപദേശം. അത് പറയാതെ മോശം കൊടുത്തതിലെടുത്ത് പറഞ്ഞാൽ എന്നപ്പോൾ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ഞാനും ആ വാക്യം നോട്ട് ചെയ്യാനിടയായി. ന്യായപ്രമാണത്തോട് കൂട്ടുചേർക്കരുത്, അതങ്ങനെ തന്നെ പറയണം. പുതിയ നിയമത്തിൽ അത് തന്നെ. ന്യായപ്രമാണത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് പുതിയ നിയമത്തിൽ അതിനേക്കാൾ കട്ടിയായിട്ട് പറഞ്ഞിരിക്കുന്നു. അവിടെ കൂട്ടുചേർക്കരുതെന്നേ പറയുന്നുള്ളൂ. ഇവിടെ കൂട്ടിക്കളയരുത്, കൂട്ടുചേർക്കരുത്, മറിച്ച് കളയരുത്. വചനം ഉവ്വ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും പറയാൻ പാടില്ല. ഇനി വെളിപ്പാട് ദിവസം അവസാനം വന്നാലോ? അതുകൂടി ഇത് പഠിക്കുക, അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുക. അതുകൂടി പറഞ്ഞില്ലെങ്കിൽ ദൂത് പൂർണ്ണമാകുമോ? ഈ ഭാഗികമായി ദൈവവചനം പറഞ്ഞാൽ അതുകൊണ്ട് വലിയ ഗുണമില്ല. ദൈവം കേട്ടോ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവരോടും സാക്ഷീകരിക്കുന്നുണ്ടെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം വരുത്തും. വെളിപ്പാട് പുസ്തകം 22:18-19 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഈ പ്രവചന പുസ്തകത്തിൻ്റെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പം ഈ പുസ്തകത്തിൽ എന്ന് പറയുമ്പോൾ ഈ 66 പുസ്തകത്തിലായിട്ട് നമുക്ക് പഠിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്ന വെളിപ്പാട് പുസ്തകം അവസാനത്തെ മെസ്സേജാണിത്. എൻ്റെ ദൈവമേ, ലാസ്റ്റത്തെ മെസ്സേജാണ് ദൈവസഭയോട്. ഇതിനോട് ആരും കൂട്ടരുത്, കുറയ്ക്കരുത്. കൂട്ടുക കുറച്ചാൽ എന്ത് കിട്ടും? എന്ത് സംഭവിക്കും കൂട്ടുക കുറച്ചാൽ? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. നരകം എന്ന് പഠിച്ചാൽ തെറ്റുണ്ടോ അതിലേ? ഇതാണ് മെസ്സേജ്. അതാണ് എനിക്ക് കിട്ടിയ ഭാഗ്യം. ഇതാണ് പുതിയ നിയമത്തിൽ നിന്ന് പുതിയ നിയമസഭയോട് ശക്തമായി പറയാനുള്ള നിയോഗമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ പഴയ നിയമത്തിൽ കിടന്ന് ഉരുണ്ട ആളാണ്. സങ്കീർത്തന വായന വീരൻ എന്നാണ് എന്നെ ഗൾഫിൽ വെച്ച് എല്ലാവരും പറയുന്നത്. ബ്രദർ എഴുന്നിട്ട് സങ്കീർത്തനം വായിച്ചാൽ എല്ലാത്തിനെയും കീറിക്കളയും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. മനസ്സിലായില്ലേ? അപ്പം അതാ പുതിയ നിയമം. അപ്പോസ്തലന്മാർ പറഞ്ഞില്ലേ 2 കൊരിന്ത്യർ 3:10 അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതു നിയമത്തിൻ്റെ. ഞാനൊരു ഷോർട്ട് മെസ്സേജ് ഇട്ട് തരാൻ വേണമെങ്കിൽ ഇത് പുള്ളിക്കൊന്ന് ഇട്ട് കൊടുത്തോ? കുഴപ്പമില്ല, ഇട്ട് കൊടുക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് പാസ്റ്റർ തന്നത്.
അതിനെ ഞാനൊന്ന് പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരികയാണ് ആ മെസ്സേജിനെ. കാരണം ഇന്ന് ഈ പുതിയ നിയമമല്ലേ വായിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുസരിക്കേണ്ടത് പുതിയ നിയമം അല്ലേ? അപ്പോസ്തലന്മാരുടെ വചനത്തിൻ്റെ ആഴം എത്രയാണെന്നുള്ളത് ഇന്നത്തെ പാസ്റ്റർമാർക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവരുടെ കയ്യിൽ ഈ കാശ് കൂടുതൽ കയ്യിലിരുന്ന വചനത്തിൻ്റെ വെളിപ്പാട് കിട്ടില്ല കേട്ടോ. അത് 100% ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ആ ചെറുക്കനോട് പറഞ്ഞത്, ഇതെല്ലാം കൂടി വിറ്റ് വല്ല ദരിദ്രം കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ നിത്യജീവൻ വേണം. മനസ്സിലായി? നിന്റെ നിക്ഷേപമുള്ളത് നിൻ്റെ ഹൃദയം ഇരിക്കുക, അതാണ് എൻ്റെ വിഷയം. വാരിക്കോരി കൂട്ടി വെച്ച് ബാങ്കിലും 4-5 സ്ഥലത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സ് അങ്ങോട്ടായിരിക്കും. ഒരു പൂജാണി ഇല്ലെങ്കിലോ മനസ്സ് മുഴുവൻ കർത്താവിലേക്കായിരിക്കും. ഇപ്പം എനിക്ക് ബാങ്ക് ഡിപ്പോസിറ്റ് ഒന്നുമില്ല, കാരണം ഹൃദയം അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഹൃദയം കർത്താവിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്, വചനത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അതുകൊണ്ട് വചനത്തിൻ്റെ വെളിപ്പാട് ഈ പെരുമഴ പോലെ നമുക്ക് കർത്താവ് തന്നു തന്നിരിക്കുകയാണ്. പലരും അത് പറയുന്നുണ്ട്, പാസ് ഭയങ്കര വചനങ്ങളെടുത്ത് പറയുന്നത്. കർത്താവ് തരുന്ന ആ വചനങ്ങളെ, കർത്താവിൻ്റെ ഹൃദയത്തിൽ വചനം ഉണ്ടായിരുന്നില്ലേ? പിശാച് 3 നിലയിൽ പരീക്ഷിക്കാൻ വന്നപ്പോൾ കല്ലപ്പമായി തീരാൻ പറഞ്ഞു, മുകളിലെടുത്ത് ചാടാൻ പറഞ്ഞു, വീണിനെ നമസ്കരിക്കാൻ പറഞ്ഞു. ആ 3 സന്ദർഭങ്ങളിലും ഇന്നത്തെ പാസ്റ്റർമാരായിരുന്നെങ്കിൽ കമന്നടിച്ച് വീണ് ആ കല്ലെല്ലാം അപ്പമാക്കി എടുത്ത് ചാടി കയ്യും കാലും ഒടിഞ്ഞ് വീണ് നമസ്കരിച്ച് ഭൗതികം മുഴുവൻ വാരിക്കോരി കൂട്ടി ആ ഭൗതികത്തിൻ്റെ പുറത്തിരുന്നുള്ള ജീവിതവും നയിച്ച് ലോകസുഖങ്ങളെല്ലാം അനുഭവിച്ച് നരകക്കുഴിയിലേക്ക് പോയേനെ. കർത്താവിൻ്റെ സ്ഥാനത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ കർത്താവ് എന്ത് ചെയ്തു? പിശാചിൻ്റെ 3 പ്രലോഭനങ്ങളെയും എങ്ങനെ കർത്താവ് അതിനെ എതിർത്ത് നിന്നെന്നുള്ളതാണ് പഠിക്കേണ്ടത്. തിരുവഴുത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, തിരുവഴുത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയും അറിയാൻ തെറ്റിപ്പോകുന്നുവെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഇത്ര മനോഹരം! തിരുവഴുത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. വിചാരിക്കുക പണി നോക്കാൻ പറഞ്ഞു. നിന്റെ ഗീതത്തിനനുസരിച്ച് ചെയ്യാൻ വന്നതല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊടിച്ച് ലോകജനതയെ രക്ഷിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുക. അത് നിന്റെ വാക്ക് കേട്ട് അനുസരിക്കാനല്ല ഞാൻ വന്നത്. അത് ചുട്ട മറുപടിയാണ് കൊടുത്തത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തെക്കുറിച്ച് ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ രൂക്ഷമായി വിമർശിച്ചു. യേശു അവരോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാണെന്ന്, നിങ്ങളുടെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നാണ്. ഒന്നടുത്ത് വായിച്ചു പോകണേ, അധ്യായം മുഴുവൻ ഒന്ന് വായിക്കണേ. ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ചു തരാം. പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണല്ലോ ആൻറ്റി, അതുകൊണ്ട് ഞാനൊന്ന് വായിച്ചു തരാൻ വേണമെങ്കിൽ. സ്തോത്രം. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന വിഷയമാണ് യോഹന്നാൻ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ വിഷയം. യെരുശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കൈ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാരും ഒക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടില്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടില്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരുന്നു. നല്ല കാര്യം അതൊക്കെ. അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവനോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. കണ്ടോ? ദൈവകൽപ്പന നിങ്ങൾ വിട്ടുകളയായിട്ട് മനുഷ്യരുടെ സമ്പ്രദായം, പെന്തക്കോസ്തുകാരെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. ഞാനങ്ങനെ പ്രസംഗിക്കുന്നേ. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നു. അപ്പോൾ ദൈവകൽപ്പന വിട്ടുകളയുന്നു, ദൈവകൽപ്പന തള്ളിക്കളയുന്നു.
2 പോയിന്റാണ്, ശ്രദ്ധിച്ചോളാം. ദൈവകൽപ്പന വിട്ടുകളയുന്നു, ദൈവകൽപ്പന തള്ളിക്കളയുന്നു. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയും അമ്മയും പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാടെന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തൻ്റെ അപ്പനെയോ അമ്മയോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. 3 പ്രധാന വിഷയങ്ങളാണ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും മുഖത്ത് നോക്കി കർത്താവ് പറയുന്നത്. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളയുന്നവരാ, നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നവരാ, നിങ്ങൾ ദൈവകൽപ്പന ദുർബലമാക്കുന്നവരാ. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത് കേട്ട് ഗ്രഹിച്ചുകൊള്ളിൽ. പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്നതൊന്നും അവനെ അശുദ്ധനാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതാണ് കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപദേശത്തെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവനോട് നിങ്ങളും ബോധമില്ലാത്തവരോ, പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവൻ്റെ ഹൃദയത്തിൽ അല്ല, വയറ്റിലത്രേ ചെല്ലുന്നത്, പിന്നെ മറുപ്പുറയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ ഈ അവസാനം പറഞ്ഞതൊന്ന് കേട്ടോ. എത്ര 10-13 കൂട്ടം കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ വചനം പഠിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് എണ്ണിയിട്ട് പഠിക്കും ഞാൻ. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ അകത്ത് നിന്ന്, അതായത് ഹൃദയത്തിൽ നിന്ന്. മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, പിന്നെ എന്തൊക്കെയാ 10-13 കൂട്ടം കാര്യമുണ്ട്. ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, അഹങ്കാരം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇവന്മാരെല്ലാം കണ്ടം വഴി ഓടി കാണും. നാടൻ ഭാഷ പറഞ്ഞ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ആ കർത്താവിൻ്റെ ദാസനെ ഞാൻ മാനിക്കുന്നു. അദ്ദേഹം പഴയ നിയമത്തിൽ നിന്ന് ആ വാക്യമെടുത്ത് പ്രബോധിപ്പിച്ചു, നല്ലതാണ്. അതിൻ്റെ കൂടെ ഈ പുതിയ നിയമത്തിലെ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന പഥ്യവചനം, പഥ്യോപദേശത്തിൽ പൗലോസ് പറയുന്നു, കൂട്ടുചേർക്കരുത്, മറിച്ച് കളയരുത്, കൊട്ടിക്കളയരുത്. അതാണ് അപ്പോസ്തല ഉപദേശത്തിൻ്റെ പ്രത്യേകത. അതാ ഞാൻ പറഞ്ഞത്, ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ പാസ്റ്റർമാർ തള്ളിക്കളഞ്ഞിരിക്കുക. അതൊരു ഭയങ്കര ഗുരുതരമായ വീഴ്ചയല്ലേ അത്. പഴയ നിയമം മോശ മുഖാന്തരം ഇസ്രായേലിനൊക്കെ കൊടുത്തു. പുതിയ നിയമം അപ്പോസ്തലന്മാർ മുഖാന്തരം, യേശു കർത്താവ് അപ്പോസ്തലന്മാർ മുഖാന്തരം പുതിയ നിയമ സഭയ്ക്ക് തന്നു. പിതാവ് പുത്രന് കൊടുത്തിട്ട് പുത്രനത് നമുക്ക് തന്നിരിക്കുക. അപ്പോസ്തലന്മാർ മുഖാന്തരം കിട്ടിയിരിക്കുന്നത്. അത് തെളിയിക്കാനായിട്ട് പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം. അത് വളരെ മനോഹരമാണ്. നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. അത് നമ്മൾ മനസ്സിലാക്കാതെ കിടന്ന് എന്തോരം താളം ചവിട്ടിയാലും ഒരു പ്രയോജനമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ പ്രമാണവും വ്യവസ്ഥകളും നമ്മൾ മനസ്സിലാക്കാതെ കിടന്ന് പഴയ നിയമത്തിൽ കിടന്ന് പെരണ്ടാൽ അത് വലിയ ഗുണമില്ല. കാരണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ്റെ ഗുണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിയിരുന്ന കർത്താവ് പറഞ്ഞ വചനമല്ലേ നമ്മൾ തള്ളിക്കളയുന്നേ? പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ, നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന, ഈ വാക്യം പോലും ഇതുവരെ ഒരൊറ്റ പാസം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ ഇഷ്ടംപോലെ പറയും. ഞങ്ങളുടെ ജോസ് പാസ്, ഞാൻ, ജോൺ പാസ്, ഞങ്ങൾ കുറച്ച് പേരുണ്ടല്ലോ ഞങ്ങൾ പുതിയ ദിനത്തിൽ. അത് എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. എന്താ ഇത് പറയാത്തത്? പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതുന്നത് 2-ാം ലേഖനമാണ്. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ, ഉൽപ്പത്തി മുതൽ മലാഖി വരെ വചനങ്ങളും, നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന.
അതിന് ഞങ്ങളെ ദൈവദാസൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: മുൻപറഞ്ഞ വചനങ്ങൾ ഓർക്കണം, കൽപ്പന പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളതാണ്. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. അനുസരിക്കുക. ട്രാഫിക് നിയമം അനുസരിക്കും, ഇല്ലെങ്കിൽ പേഴ്സ് കീറും. പുതിയ നിയമത്തിലെ പ്രമാണം അനുസരിക്കുന്നില്ല, പേഴ്സ് കീറത്തില്ല, നിന്റെ ജീവിതം കീറിക്കളയും ദൈവം, നരകത്തിൽ കൊണ്ടേ തള്ളും. അതാണ് എൻ്റെ കാര്യം. അങ്ങനെ പഠിച്ചോണം. ഓക്കെ. അപ്പം പാസ്റ്റർ അത് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പറയാനിടയായത്. അതും അനുഗ്രഹമായി. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. കർത്താവിൻ്റെ വരവായി, കർത്താവിൻ്റെ പ്രത്യക്ഷതയായി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പാസ്റ്റർമാരാരും പ്രസംഗിക്കുന്നില്ല. അവർ ഈ ലോകത്ത് കിടന്ന് പിറളാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ഒരാളായി ഒരുങ്ങാം, ഒരുങ്ങാം, ഒരുങ്ങാം. വിശുദ്ധിയെ തികയ്ക്കാം. ഒരു അശുദ്ധനും അവിടെ കിടക്കയില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതും ഈ പറഞ്ഞ വചനവും വെളിപ്പാട് പുസ്തകത്തിലെ അവസാന അധ്യായത്തിലെ വചനങ്ങളാണ്. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ആ വചനം കൂടി വായിച്ച് ഈ മെസ്സേജ് അങ്ങ് നിർത്തുകയാണ് ഞാൻ. ആമേൻ. സ്വത്രം സ്വത്രം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. എന്ന് നോക്കി എൻ്റെ ദൈവമേ, ഞാൻ തന്നെ പേടിക്കുകയാണ് ഈ വാക്യം വായിച്ച്. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെന്ന്. 66 പുസ്തകങ്ങളിൽ ഉപദേശം കൊടുത്ത് അവസാനം 66ാമത്തെ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ പറയുകയാണ്, നീ അനീതി ചെയ്യുകയാണെങ്കിൽ നീ നിർത്തണ്ട, അത് തന്നെ ചെയ്തോളാൻ. അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പോണ പോലെ നീ പൊക്കോ. കണ്ടോ ദൈവത്തിൻ്റെ ഇടപെടൽ? കണ്ടോ? അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. ഈ പുസ്തകത്തിൻ്റെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. കണ്ടോ? വെളിപ്പാട് 22-ന്റെ 10, 11, 12, 13 വാക്യങ്ങളാണ്. അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. എന്തുവാ ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇടിമിന്നലുണ്ടാകണം, ഒരു ഷോക്ക് ഉണ്ടാകണം. ഷോക്ക് എന്താ ഉണ്ടാകാത്തത്? ഇത് ആത്മീയർക്ക് മാത്രമേ ഈ വചനങ്ങൾ അനുഗ്രഹമായി തീരത്തുള്ളൂ. ജഡികന്മാർക്ക് ഈ വചനം എത്ര കേട്ടാലും അവർക്ക് ഇത് ഫീൽ ചെയ്യത്തില്ല. കാരണം എന്താ? അവരിലൊന്നും യഥാർത്ഥമായ വീണ്ടും ജനനം നടന്നിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ വീണ്ടും ജനനം നടന്നാൽ പോലും ആ ജനിച്ച കുഞ്ഞ് വളരാതെ ഇരിക്കുക. ആ ആത്മീയമായ ജനനം അവർ സംഭവിച്ചു എന്ന് അവകാശപ്പെട്ടാലും ഒരു ആത്മീയ വളർച്ചയില്ല, ആത്മീയ വർധനവില്ല, ആത്മീയ നിറവില്ല. ഇതല്ലേ നമുക്ക് വേണ്ടത്? വീണ്ടും ജനിച്ചതൊരു കുഞ്ഞാണെന്നേ, ആ കുഞ്ഞ് വളരണമെന്നേ. ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒത്തിരി പറയാനുണ്ട്. വളരാനായിട്ട് മായമില്ലാത്ത പാല് കുടിക്കണമെന്നേ. യാതേ മായമില്ലാത്ത പാല്? അപ്പോസ്തലന്മാരുടെ ഉപദേശം, പുതിയ നിയമോപദേശം. ഹല്ലേലൂയ. ന്യായപ്രമാണം, കൊല്ലുന്ന പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം, ഇരുട്ടിൻ്റെ പ്രമാണം, ശോഭ കുറഞ്ഞത് എന്നൊക്കെയല്ലേ പൗലോസ് പഠിപ്പിക്കുന്നത്. അത് ഹൃദയം കണ്ട് കുരുടാക്കി കളയുകയല്ലേ ചെയ്യുന്നത്, മൂടുപടം വീഴുകയല്ലേ ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 3 ശരിക്കും അങ്ങോട്ട് വായിച്ച് പഠിച്ചോ. അത് പറയാൻ സമയമില്ല. എന്നാ പുതിയ നിയമമോ? ഹല്ലേലൂയ. ഹൃദയത്തിൽ കർത്താവ് പറഞ്ഞ വചനം തന്നെ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. മോശ പറഞ്ഞതല്ലെന്ന്, ഞാൻ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകും. അതിൽ നമ്മൾ അനുസരിക്കേണ്ടേ? എത്ര കേട്ടാലും ഇത് മനസ്സിലാകാത്തത്? ഇവരിലൊരു ജനനം നടന്നെങ്കിലും ജനിച്ച കുഞ്ഞ് വളർന്നിട്ടില്ല. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 13-11,
ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനായ ശേഷം ശിശുവിനുള്ളത് ത്യജിച്ച് കളഞ്ഞു. ഈ ശിശുവിനുള്ളത് ത്യജിച്ച് കളയാതെ ശൈശവാവസ്ഥയിൽ കിടന്ന് എങ്ങനെ ഉപദേശം എടുക്കുന്നത്? എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, 5 വയസ്സായി. എന്തെങ്കിലും പറഞ്ഞാൽ മോൻ കേട്ടോ, കേട്ട് ആ പറച്ചിൽ തന്നെ തലയാട്ടും. അത് കഴിഞ്ഞ് അത് തന്നെ അവൻ ചെയ്യും പിന്നെയും. കാരണം എന്താ? എന്തുകൊണ്ട്? അവനൊരു ശിശു, അവനതനുസരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇന്നത്തെ ആത്മീയ കോളം ആത്മീയ ശിശുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. പാസ്റ്റർമാർ കണ്ടെയ്നർ കണക്കിനുണ്ടെങ്കിലും വിശ്വാസികൾ കോടിക്കണക്കിനുണ്ടെങ്കിലും ഇത് മുഴുവൻ ശിശുക്കളാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ശേഷിപ്പുണ്ട്, വചനം കേട്ട് അനുസരിക്കുന്നവർ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ദൈവരാജ്യത്തിൻ്റെ അംശികളാകാം. അല്ല, ഇത് പ്രസംഗിച്ചുകൊണ്ട് സ്വർഗത്ത് പോകത്തില്ല. ഇത് അനുസരിക്കണം. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്, ഒബേ ദ ട്രാഫിക് റൂൾസ്. ട്രാഫിക് റൂൾസ് അനുസരിച്ചില്ലെങ്കിൽ പണിഷ്മെൻ്റ് ഉണ്ട്. ഇതനുസരിച്ചില്ലെങ്കിൽ പാർസൽ അതൊന്നും അറിയുന്നില്ല, മറ്റാരും അറിയുന്നില്ല, അടി പാഴ്സൽ വരുന്നുണ്ട്. യാതന സ്ഥലത്ത് പോയി കിടക്കുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ ഇത്ര കട്ടിയായിട്ട് പറയുന്നതിൻ്റെ കാര്യം എന്താ? ഇനി അധിക കാലമൊന്നും ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എതിർക്രിസ്തു ഒരുങ്ങിക്കൊണ്ടിരിക്കുക. 10-12ഓളം സംഘടനകൾ എതിർക്രിസ്തുവിനെ ചാടിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ടെന്നാണ് പല പാസ്റ്റർമാരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് കേട്ടുകൊണ്ടിരിക്കുക. എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ഞാനും പ്രസംഗിക്കാൻ പോയിനി, വലിയ താമസമില്ലാതെ. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ടത്. ബൈബിൾ സ്റ്റഡി പാസ്റ്റർ സാമ്പോൾ എന്നടിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. 1000 ആണ്ട് വാഴ്ചയിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പുതിയ യെരൂശലേമിൻ്റെ ഭംഗി എത്ര മനോഹരമാണത്. ആ ഭംഗി ഇന്ന് ഏതെങ്കിലും രാഷ്ട്രങ്ങൾക്കോ രാജ്യങ്ങൾക്കോ ഉണ്ടോ? ആ വെളിപ്പാട് പുസ്തകം 22 വായിച്ചു നോക്കണം. 20, 21, 22 അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കണം. പുതിയ യെരൂശലേമിൻ്റെ മനോഹാരിത പ്രവചന പുസ്തകങ്ങളിലൊക്കെ കിടപ്പുണ്ട്. എത്ര മനോഹരമാണത്. ആ പുതിയ യെരൂശലേമിൻ്റെ ഭംഗി നമ്മുടെ ഈ ഭൂമിയിലുള്ള ഒരു രാജ്യത്തിനും ഇല്ല, ഒരു സ്ഥലത്തിനും ഇല്ല. അത്ര മനോഹരമാണത്. അതുകൊണ്ട് ഞാൻ ഈ രാജ്യങ്ങളും സംസ്ഥാനങ്ങളൊന്നും കാണാൻ പണ്ടേ എനിക്കില്ല ആഗ്രഹം. രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ടേ ആഗ്രഹങ്ങളെ കുഴിച്ചുമൂടി. ഞാൻ സ്ഥലം കാണാൻ പോവുക, ദേശം കാണാൻ പോവുക, രാജ്യങ്ങൾ സന്ദർശിക്കുക. ഇസ്രയേൽ പോകാൻ വേണ്ടി ഞാൻ കിണഞ്ഞ് ശ്രമിച്ച് നടന്നില്ല, നടക്കാത്തത് നന്നായി. ആ കണ്ടോട്ട് എന്ത് പ്രയോജനം? നീ പോകാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചൊരു വെളിപ്പാട് ഹൃദയത്തിൽ വീഴാതെ മറ്റെന്തൊക്കെ ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനം? നിൻ്റെ പുത്തനാം യെരൂശലേമിൻ്റെ ഭംഗി എത്ര മനോഹരമാണ്. സ്വർഗരാജ്യത്തിൻ്റെ ഭംഗി എത്ര മനോഹരമാണ്. ആ വെളിപ്പാടല്ലേ നമ്മുടെ ഹൃദയത്തിൽ വീഴേണ്ടത്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുന്നു. കലക്ക് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ, നിങ്ങളുടെ സുവിശേഷം അറിയിച്ചവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഇപ്പോഴും പിന്നെയും പറയുന്നു, ഞങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞാനിപ്പോൾ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഇന്നും ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നത്. മനുഷ്യനെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ദാസനായിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തന്നെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുക. നിർത്തിക്കോണം. ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ ആ വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ചാൽ എന്താ എഴുതിയേക്കുന്നത്? ഒരേ അപ്പം തിന്നവർ, ഒരേ പാനപാത്രം കുടിച്ചവർ, എന്ത് പറ്റിയവർക്ക്? വേണമെങ്കിൽ വായിച്ചു തരാം. ഒരു വലിയ മെസ്സേജായിട്ട് തീർന്നിരിക്കുക. ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ എന്താ? മനുഷ്യനെ പ്രസാദിപ്പിച്ചവർ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവർക്ക് പറ്റിയ ദുരന്തം എന്താ? സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിനും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരു ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇതൊക്കെ വായിച്ചിട്ട് ഒരു കുലുക്കവും ഇല്ലാതിരിക്കുന്ന പെന്തക്കോസ്തുകാർ. ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ ഭാഗം തെളിയിക്കാൻ എബ്രായ ലേഖനം കൂടി ഞാനങ്ങ് വായിക്കാറുണ്ട് സാധാരണ.
ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? 40 ആണ്ട് ഈ ജനത്തെ നടത്തിയിട്ട് 40 ആണ്ടും ദൈവത്തിന് അവരോട് വെറുപ്പായിരുന്നു, ക്രുദ്ധിച്ചു, എതിർത്തുന്നു ദൈവം അവരോട്. പാപം ചെയ്തവരുടല്ലയോ അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. 1 കൊരിന്ത്യരിൽ 10 അവരുടെ മരുഭൂമിയിൽ പട്ടുപോയി. ഇവിടെ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന ആണയിട്ടത് അനുസരണം കേട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. എന്നിട്ടാണ് എബ്രായലേഖനം 4 തുടങ്ങുന്നത്. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ദൈവവചനത്തെ ഭയപ്പെടാൻ മനുഷ്യനെയല്ല. അവരെപ്പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അവർ കേട്ട വർത്തമാനം എന്താ? മോശ മുഖാന്തരം യഹോവയായ ദൈവം അരുളി ചെയ്ത ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. അതാണ് അവർ കേട്ട്. അവരെപ്പോലെ നാം കേട്ട സദ്വർത്തമാനം എന്താ? സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാകുന്നു എൻ്റെ സുവിശേഷം. അതാണ് നാം കേട്ട സുവിശേഷം. അതാണ് നാം കേട്ട സദ്വർത്തമാനം. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. സ്വസ്ഥത, റെസ്റ്റ് ഇൻ പീസ്. ചാവപ്പെട്ടിയുടെ പുറത്ത് എഴുതി വയ്ക്കും RIP, റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തിൽ നിദ്ര കൊള്ളുന്നു. ഇന്നത്തെ പെന്തക്കോസ്തുകാരെല്ലാം അവരുടെ ശവക്കല്ലറയിൽ സമാധാനത്തിൽ നിദ്ര കൊള്ളുക. അവരുടെ ആത്മാവ് എങ്ങോട്ട് പോയി? ആർക്കറിയാം? ആർക്കറിയാം? എൻ്റെ ദൈവമേ, ഞാൻ ഭയപ്പെടുന്ന വിഷയങ്ങളാണ്. ഓരോ മരണങ്ങൾ നടക്കുമ്പോഴും കർത്താവിൽ നിദ്ര പ്രാപിച്ചു, പ്രൊമോട്ടഡ് ഹെവൻ, ബെയൂല ദേശത്ത് പോയി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചങ്കിന് വേദനയാണ്. പോയോ അതോ യാതന സ്ഥലത്ത് പോയോ? ഞാനിത് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതുകൂടി പറഞ്ഞാൽ നിർത്താൻ പോവാം. ആരുയർത്തെഴുന്നേറ്റ് വരും, ആർക്ക് രൂപാന്തരം കിട്ടുമെന്ന് കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ ആദിയായ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ അടക്ക ശുശ്രൂഷയിൽ ഇവർ പാസ്റ്റർമാർ പറയുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ അവരെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുകയല്ല. പക്ഷെ എനിക്കത് വിശ്വാസമില്ല. കാരണം ഈ വിശ്വാസികളെ അവർ ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ടോ രൂപാന്തരം പ്രാപിക്കാനായിട്ടോ ഉള്ള ഒരു ഉപദേശവും അവരെ പഠിപ്പിച്ചില്ല. അവരെ ന്യായപ്രമാണം പഠിപ്പിച്ച്, അവരെ പ്രോസ്പെറിറ്റി പഠിപ്പിച്ച്, ഭൗതിക അനുഗ്രഹങ്ങളിലേക്ക് അവരെ നടത്തി അവരുടെ ഭൗതികം കൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ ഈ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിലും അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ആത്മീയ അനുഗ്രഹം പ്രാപിക്കാതെ സ്വർഗരാജ്യത്ത് പോവോ ഒരുത്തൻ? ഇവിടെ വിശ്വാസികൾ ഭൗതിക അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതിലുള്ള പ്രാർത്ഥനകളും അതിലുള്ള ഉപദേശങ്ങളുമാണ് കണ്ടെയ്നർ കണക്കിന് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ന്യൂ ജനറേഷൻ ഉപദേശം എന്താ? ഫ്ലാറ്റ് തരും, വീട് തരും, കാറ് തരും, ലോറി തരും, വിസ തരും. കുവൈറ്റിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു സഹോദരിയോട് പറയുക, ഒരു ദുരുപദേശി, നിന്നെ ഞാൻ അമേരിക്കയിലേക്ക് അയക്കാൻ പോകും. അവൻ ഇയാളാണോ അമേരിക്കയിലേക്ക് അയക്കണേ? അപ്പോൾ എവിടെ നിൽക്കുന്നു നമ്മുടെ ആത്മീയ കോളം? വിശ്വാസികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി നരകക്കുഴിയിലോട്ട് തള്ളികളയല്ലേ? ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഇത് പൊളിച്ചെഴുതണം ഈ ദുരുപദേശങ്ങൾ. അതിന് പത്യോപദേശം പ്രസംഗിക്കുന്ന കരുത്തന്മാർ എഴുന്നേറ്റ് വരണം. ദൈവമാക്കി വെച്ച ശുശ്രൂഷന്മാർ എഴുന്നേറ്റ് വരണം. അതിനാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത്. പിന്നെയും ഞാൻ പറയാം, മനുഷ്യനാക്കി വെച്ചവർ, സംഘടനയാക്കി വെച്ചവർ, അതായിരുന്നു കിടന്ന് കളിക്കുന്ന നല്ലൊരു ശതമാനം. എല്ലാവരും അല്ല. ഞാൻ ഈ പറയുമ്പോൾ എല്ലാവരും അല്ല കേട്ടോ. എല്ലാവരും ആണെന്ന് ചിന്തിക്കരുത്, അടച്ചു പറയാൻ ചിന്തിക്കരുത്. ഒരു ചെറിയ ശേഷിപ്പ് പൗലോസ് പറഞ്ഞ പോലെ ഉണ്ട്. അതിലുൾപ്പെടാനാണ് എനിക്കാഗ്രഹം. ആ ചെറിയ ശേഷിപ്പ്, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവമാക്കി വെച്ചവർ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവസന്തതിയായവർ ദൈവവചനം കേൾക്കും. അല്ലാത്തവരൊന്നും ഈ ചപ്പും ചവറും കേട്ടവർ നശിച്ചു പോകും. എൻ്റെ ഈ പ്രബോധനം കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കും ആ ദുരവസ്ഥ വരരുതേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അനുഗ്രഹവും നന്മയും വിടുതലും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അത് പ്രയോജനമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാറാനാഥ മാറാനാഥ മാറാനാഥ.